2.5 കൊല്ലം കൊണ്ട് ഒരു രാജ്യത്തെ ജനത ഇങ്ങനെ തുടച്ചു നീക്കപ്പെടുമോ? ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ എന്തിനാണ് തങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇതെല്ലാം നേരിടേണ്ടി വരുന്നതെന്ന് മിനിമമെങ്കിലും അറിയണ്ടേ? അതുപോലും ഉണ്ടാകുന്നില്ല. ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ ഇപ്പോൾ മണക്കുന്നത് ചുടുചോരയാണ്. മനുഷ്യന്മാരെ കൊന്നു തള്ളുന്ന ആഭ്യന്തര യുദ്ധം 2.5 വർഷമാകുമ്പോൾ 1.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടെന്നും 1.25 കോടിയോളം ആളുകൾ ആട്ടിയോടിക്കപ്പെട്ടു എന്നുള്ള കണക്കാണ് ഐക്യരാഷ്ട്രസഭ തന്നെ പുറത്തുവിടുന്നത്. രാജ്യം ഇപ്പോൾ സുഡാൻ സൈന്യമായ SF നിയന്ത്രിക്കുന്ന കിഴക്കും വിമതരായ RSF നിയന്ത്രിക്കുന്ന പടിഞ്ഞാറുമാണ്. ഈ 2 വിഭാഗങ്ങളുടെ കൂട്ടക്കുരുതിയിൽപ്പെട്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്നേ അവസാനിച്ചിരിക്കുന്നു. ദാർഫൂറിന്റെ തലസ്ഥാനമായ എൽഫാഷർ നഗരം പിടിച്ചെടുത്ത RSF ഓടിപ്പോകുന്ന സാധാരണക്കാരെ പോലും കൊന്നു തള്ളുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇത് കണ്ടിട്ട് ലോകം ഞെട്ടണ്ടേ? മരുഭൂമിയിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ താമസിക്കാൻ സ്ഥലം തേടുന്ന, തണല് തേടുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തു വരുന്നു. ജീവനം കൊണ്ട് ഇങ്ങനെ പലായനം ചെയ്യുന്നവരെ പോലും നിർദാക്ഷിണ്യം വധിക്കുന്നുവെന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ അതിൽ വംശീയ കൊലപാതകങ്ങളുടെ കൃത്യമായ തെളിവുണ്ട്. അറബ് വംശജരല്ലാത്തവരെയും മസലിദ് വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള സമ്പൂർണ്ണ വംശഹത്യാണ് നടക്കുന്നതെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പോലുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇതിന് RSF നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അറബ് വംശജരല്ലാത്തവരെ സുഡാൻ സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ കലാപം തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയ യുദ്ധത്തിന് ശേഷം ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. ആ പാത RSF ഇപ്പോഴും തുടരുന്നു. ഗസയിലെ വെടിനിർത്തലിന് വേണ്ടി പറയുന്നവർ എന്തുകൊണ്ടാണ് സുഡാനിലെ ഈ കൂട്ടക്കുരുതി കാണാത്തത്? ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ കാണാത്തത്? ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആംസ് ട്രേഡ് അടക്കം വ്യക്തമാക്കുന്നത് ഇതിന് പിറകിലുള്ള UAEയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പങ്കിനെ കുറിച്ചാണ്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന RSFന് ആയുധങ്ങൾ നൽകുന്നതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നാണ് ആരോപണം. അതുതന്നെ UAE, ലിബിയ, ചാഡ്, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളുടെ ആയുധ വിതരണ ശൃംഖലകൾ സൃഷ്ടിച്ച് RSFനെ സഹായിക്കുന്നതായി തെളിവുകൾ പോലും പുറത്തുവിടുന്നുണ്ട് പല റിപ്പോർട്ടുകളും ഇപ്പോൾ. അതിൽ അതീവ ആശങ്കാജനകമായ മറ്റൊരു കാര്യം, ബ്രിട്ടനിൽ നിർമ്മിച്ച ആയുധങ്ങൾ UAE വഴി RSFന്റെ കൈകളിൽ എത്തിയതായി കണ്ടെത്തിയതാണ്. ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് ഒക്കെ UAEയിലേക്ക് ആയുധ വിതരണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിലൂടെ ഇവരുടെയും പങ്ക് ഈ കൂട്ടവംശഹത്യയിൽ വ്യക്തമാണ്. UAEയുടെ പങ്ക് ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സുഡാൻ സർക്കാർ കേസ് ഫയൽ ചെയ്തു. പക്ഷേ അത് പരിഗണിക്കാൻ പോലും ICJ തയ്യാറാകാത്തത് മറുവശത്ത് UAE ആയതുകൊണ്ടാണ്. സുഡാൻ സ്വർണത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് ദാർഫൂർ മേഖല. അത് RSF പിടിച്ചെടുത്തതോടെ ചെറിയ സമ്പത്ത് സ്രോതസ്സല്ല ഈ വിമത സൈന്യത്തിന് കീഴിൽ വന്നത്. ഈ കാണാത്ത സ്വർണ്ണഖനിയാണോ ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നെടുക്കുന്നത്? സുഡാനിൽ RSF ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ഗസയിൽ ഇസ്രയേൽ ഉന്നയിക്കുന്ന അതേ ന്യായങ്ങളാണ്. പക്ഷേ പലസ്തീനൊപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ സുഡാന് വേണ്ടി മിണ്ടില്ല. രാജ്യത്തെ 80% ഭക്ഷ്യലഭ്യതാ സംവിധാനവും അടച്ചുപൂട്ടപ്പെട്ടിട്ടും അന്താരാഷ്ട്ര സമൂഹം ചെറുവിരൽ അനക്കുന്നില്ല. റുവാണ്ടൻ വംശഹത്യ ആരംഭിച്ച് നീണ്ടുനിന്ന 3 മാസം മാത്രം അത് ചർച്ച ചെയ്ത ലോകം അതേ പാറ്റേൺ സുഡാനിലും സ്വീകരിക്കുന്നു. ഈ ഒക്ടോബർ 27 എൽഫാഷർ നഗരം കൂടി RSF പിടിച്ചെടുത്തതോടെ കൂട്ടപലായനത്തിന്റെ തോത് 10,000-കണക്കായി ദിവസവും ഉയരുന്നു. സൈനികർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന്റെയും വീടുകൾ അഗ്നിക്കിരയാക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. സുഡാനിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം എന്നാണ് ശക്തമായ നടപടി സ്വീകരിക്കുക? ചോദിച്ചുകൊണ്ടിരിക്കാനേ ലോക ജനതയ്ക്ക് പറ്റൂ.